നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. മറ്റന്നാളാണ് ശിക്ഷ വിധിക്കുക. ഇപ്പോൾ പ്രതികരണങ്ങൾക്ക് അടക്കം മാധ്യമപ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ചെന്താമരയുടെ പ്രതികരണത്തിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. കോടതിയിലടക്കം വളരെ നിഷേധാത്മകമാകുന്ന തരത്തിൽ ആയിരുന്നു ചെന്താമരയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രതികരണങ്ങൾ. പ്രത്യേകിച്ച് കോടതി അന്തിമവാദം എന്ന നിലയിൽ, അതായത് പ്രതി ചെന്താമര കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയതിനു ശേഷവും ചെന്താമരയോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ അതിനെല്ലാം അങ്ങേയറ്റം നിഷേധാത്മകമാകുന്ന തരത്തിലുള്ള മറുപടിയാണ് ചെന്താമരയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. കോടതി വളപ്പിൽ നിന്ന് ചെന്താമരയെ വീണ്ടും കൊണ്ടുപോവുകയാണ്. മറ്റന്നാൾ ആണ് വിധി പ്രസ്താവം ഉണ്ടാവുക. ഇന്ന് അല്പസമയം മുമ്പ് കോടതി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പോലും തന്നെ തൂക്കിലേറ്റിക്കൊള്ളൂ എന്ന തരത്തിലുള്ള മറുപടിയായിരുന്നു ചെന്താമരയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അനുമോദാണ് വീണ്ടും ചേരുന്നത്. അനുമോദ്, മാധ്യമങ്ങൾ പ്രതികരണത്തിന് ശ്രമിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ചെന്താമരയുടെ ഭാഗത്ത് നിന്ന് മാധ്യമങ്ങളോടുണ്ടായോ? കോടതിയിൽ അങ്ങേയറ്റം നിഷേധാത്മകമായ, താൻ ഈ നിയമ വ്യവസ്ഥകൾക്കൊക്കെ പുറത്താണ് എന്ന നിലയിലുള്ള പ്രതികരണമായിരുന്നല്ലോ ചെന്താമരയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. തീർച്ചയായും ഇപ്പോൾ ചെന്താമരയെ പോലീസ് വാഹനത്തിൽ കയറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ കോടതി ജയിലിലേക്ക് ചെന്താമരയെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കോടതിയിൽ നിന്ന് ഇറക്കിയത് മുതൽ വാഹനം വരേക്ക് മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ ചെന്താമരയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ചോദ്യവുമായി നടന്നിരുന്നു. പക്ഷെ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. ചെന്താമര കോടതിയിൽ പറഞ്ഞതല്ലാതെ പുറത്ത് മാധ്യമങ്ങളോട് ഒരു വാക്ക് പോലും ഇതുവരെ മിണ്ടിയിട്ടില്ല. എന്താണെങ്കിലും ചെന്താമരയുമായിട്ട് വാഹനം പുറത്തേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 15-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കും. അന്ന് ഈ കേസിൽ ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജയിലിൽ ചെന്താമര മറ്റ് തടവുകാരുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന് വെച്ചപ്പോൾ ചെന്താമര വളരെ മാന്യനാണെന്നും ഈ ലഹരി ഉപയോഗിക്കുന്നവരും കള്ളന്മാരായിട്ടത് ബന്ധം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ളൊരു മറുപടി ഒരു ഇരട്ട കൊലപാതക കേസിൽ, അതായത് 3 കൊലപാതകങ്ങൾ ചെയ്ത ഒരു ആളുടെ മറുപടിയാണ് അത്തരത്തിൽ വന്നത്. ജഡ്ജിയോട് പോലും അത്രയും ധിക്കാരത്തോടെ ഈ നിയമവ്യവസ്ഥയെ മുഴുവൻ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് ചെന്താമരയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. തികച്ചും ധിക്കാരപരമായ മറുപടി എന്നൊക്കെ നമുക്കത് തോന്നും. അത്രപ്രകാരം നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന, താനാണ് ഈ കാര്യങ്ങളെല്ലാം ശരിയെന്ന് സ്വയം വിശ്വസിക്കുന്ന തരത്തിലേക്കുള്ള ഒരു മറുപടിയാണ് ചെന്താമരയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്താണെങ്കിലും ഈ കേസിലെ പ്രോസിക്യൂട്ടറുടെ പ്രതികരണങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അനുമോദ് അവിടെ പ്രതികരണങ്ങളടക്കം ശ്രമിച്ചിരുന്നു. പ്രത്യേകിച്ച് ചെന്താമരയുടെ പ്രതികരണങ്ങളടക്കം ശ്രമിച്ചിരുന്നു. പക്ഷേ ചെന്താമര ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നത് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ഇപ്പോഴിതാ ചെന്താമരയെ പോലീസ് വാഹനത്തിൽ തിരികെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അനുമോദ് ഇപ്പോഴും കോടതി പരിസരത്ത് തന്നെയാണ് തുടരുന്നത്. ഒരുപക്ഷെ കുടുംബാംഗങ്ങൾ, സജിതയുടെ കുടുംബാംഗങ്ങൾ ഒക്കെ പ്രതികരിക്കുമോ എന്നതിൽ കൂടിയാണ് നമുക്കിനി വ്യക്തത കൈവരേണ്ടത്. നേരത്തെ തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്നുണ്ടായത് സാക്ഷികളുടെ കൂറുമാറ്റമോ അല്ലെങ്കിൽ മൊഴിമാറ്റമോ ഒന്നും ഏതെങ്കിലും തരത്തിൽ വിധി പ്രസ്താവത്തെ ബാധിക്കില്ല എന്ന് തന്നെയായിരുന്നു. അഭിലാഷ്, കേസിൽ കൂറുമാറ്റവും മൊഴിമാറ്റവും ഒന്നും തന്നെ ചെന്താമരയ്ക്കെതിരായിട്ടുള്ള ഈ കേസിനെ ബാധിച്ചിട്ടില്ല. ചെന്താമര കുറ്റക്കാരനാണെന്ന് പ്രോസിക്യൂഷൻ സംശയാതീതമായി തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷൻ കണ്ടെത്തിയ എല്ലാ കുറ്റങ്ങളും, അതായത് എല്ലാ വകുപ്പുകളിലും അവരുടെ വകുപ്പുകൾ ചുമത്തിയത് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ജഡ്ജിയുടെ ആദ്യത്തെ വിധിയിലുള്ളത്. ഇതിനുശേഷമാണ് വിശദമായിട്ടുള്ള ചോദ്യങ്ങൾ ചെന്താമരയോട് ചോദിച്ചത്. ഒരു തരത്തിലും കുറ്റബോധമില്ലാതെ, ഒരു തരത്തിലും ചെയ്തതൊരു കുറ്റമാണെന്ന് തോന്നലില്ലാതെ, ധിക്കാരത്തോടെ, അക്ഷോഭ്യനായിട്ടാണ് ചെന്താമര എല്ലാ ചോദ്യങ്ങൾക്കും ജഡ്ജിയോട് വരെ മറുപടി പറഞ്ഞാൽ നിങ്ങൾക്ക് വന്നാലും നിങ്ങൾ അനുഭവിക്കൂ എന്ന് പറയുമ്പോൾ ജഡ്ജിയോട് പോലും ഇത്തരത്തിൽ ധിക്കാരത്തോടെ മറുപടി പറയുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു പൊതുസമൂഹത്തിൽ മറ്റുള്ളവരെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കുക എന്ന ചോദ്യമാണ് ഇവിടെ വരുന്നത്. നേരത്തെ തന്നെ ഈ പ്രതി പുറത്തിറങ്ങിയാൽ മറ്റുള്ളവർക്ക് ഭീഷണിയാണെന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഈ പ്രതിയെ പേടിച്ചാണ് ജീവിക്കുന്നതെന്ന് ഇരകളുടെ മക്കൾ വരെ പറയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ആ നാട്ടിലാർക്കും ഇയാൾ വരുമ്പോൾ ജീവിക്കാനാകില്ല എന്ന തരത്തിൽ ധിക്കാരത്തോടെ ഒരു കുറ്റബോധവുമില്ലാതെ സാധാരണ കാര്യമാണെങ്കിൽ ഇനിയും വേണമെങ്കിൽ കൊല്ലുമെന്ന തരത്തിൽ വരെ വ്യാഖ്യാനിക്കാവുന്ന മറുപടികൾ ചെന്താമരയുടെ ഭാഗത്തുണ്ടായി. അതിനുശേഷം ചെന്താമര ഇപ്പോൾ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 15-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കും. ഇനി അല്പസമയത്തിനകം തന്നെ നമുക്ക് പ്രോസിക്യൂട്ടറുടെയും അതുപോലെ തന്നെ കുടുംബത്തിന് പ്രതികരണം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. അതിനുള്ള തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും എല്ലാം തന്നെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിയത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മൊഴിമാറ്റമൊന്നും തന്നെ കേസിനെ ബാധിച്ചിട്ടില്ല. എന്നാണ് നാടിനെ നടുക്കിയ ഈ ഇരട്ടക്കൊലപാതക കേസിൽ അർഹിക്കുന്ന ശിക്ഷ ചെന്താമരയ്ക്ക് ലഭിക്കുമോ എന്ന ചോദ്യമാണ് ഇനി ഉയരുന്നത്. എന്താണെന്ന് 15-ാം തീയതി അതിന് മറുപടി ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അഭിലാഷ്.
അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു പക്ഷേ നാടിനെ നടുക്കിയ കൊലപാതകം എന്ന് തന്നെ പറയാം. ഇരട്ട കൊലപാതകം. അതിനു മുമ്പ് ഇതേ കുടുംബത്തിൽപ്പെട്ട സജിതയെ ആണ് 2019 ആദ്യം ചെന്താമര കൊലപ്പെടുത്തിയത്. ആ 2019 കൊലപാതകത്തിന് ശേഷം പിന്നീടും ചെന്താമരയുടെ ഉള്ളിൽ വലിയ തോതിലുള്ള വൈരാഗ്യം തുടർന്നിരുന്നു. ആ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കുക, സജിതയുടെ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കുക എന്നത് തന്നെയായിരുന്നു ചെന്താമരയുടെ ലക്ഷ്യം എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് കാത്തിരുന്ന് ആ കൊലക്കുറ്റം കൂടി ചെന്താമര നടപ്പിലാക്കിയത്. 2019 സജിതയെ കൊലപ്പെടുത്തുന്നു. 2025 ആണ് സജിതയുടെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മയെയും കൊല ചെയ്തത് എന്നതാണ്. അങ്ങനെ ഒരു കേസിലാണ്, രണ്ടാമത്തെ കേസിൽ, അതായത് ഇരട്ട കൊലപാതക കേസിൽ ആണ് ഇപ്പോൾ വിചാരണ പൂർത്തിയാവുകയും ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തത്. അപ്പോൾ പോലും കോടതിക്ക് മുന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനസാന്തരം ചെന്താമരയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് വിലയിരുത്താൻ സാധിക്കില്ല. ഒരു തരത്തിലുമുള്ള പശ്ചാത്താപം ചെന്താമരയ്ക്ക് ഇല്ല. കാരണം കോടതി ഇന്ന് ആരായുന്നു, തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക പ്രശ്നം ഉള്ളതായി അറിവില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ താനായിട്ട് ആരുടെയും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, പക്ഷേ ഇവിടേക്ക് വന്നാൽ വെറുതെ വിടില്ല എന്ന് പറയുന്ന ഒരു മറുപടിയാണ് ഇന്നും കോടതിയിൽ ഉണ്ടായത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ആ ഒരു ആശങ്ക തന്നെയാണ് പ്രദേശവാസികൾ ഒപ്പം സജിതയുടെ കുടുംബാംഗങ്ങൾ ഒക്കെ വെച്ചു പുലർത്തിയത്. അതായത് ചെന്താമരയുടെ പക അടങ്ങിയിട്ടുണ്ടാകില്ല, ഇനിയും പരോളിൽ ഇറങ്ങിയാൽ മറ്റു കുടുംബാംഗങ്ങളെ അടക്കം ചെന്താമര കൊലപ്പെടുത്തിയേക്കാം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആശങ്ക. തീർച്ചയായും കോടതിക്ക് അത്തരം ആശങ്കകൾ കൂടി പരിഗണിക്കേണ്ടതായി വരും. ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ആളാണ് ഇപ്പോൾ തന്നെ ചെന്താമര. അവിടെയാണ് താൻ ഇതുവരെയും ജാമ്യം തേടിയിട്ടില്ല. അതായത് ഈ ഇരട്ട ജീവപര്യന്തം അനുഭവിക്കുന്ന താൻ, അത് സജിതയെ 2019 കൊല ചെയ്ത കേസിലാണ്. ആ കേസിൽ താൻ ഇതുവരെയും ജാമ്യം ചോദിച്ചിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇനി ജാമ്യത്തിലിറങ്ങിയാൽ തന്നെ അത് സമൂഹത്തിന് ഭീഷണിയായി മാറും എന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ചെന്താമരയ്ക്ക് എന്ത് ശിക്ഷയാണ് നൽകുക? ഒരുപക്ഷെ പരോൾ അനുവദിക്കാത്ത തരത്തിലുള്ള കഠിനമായ ശിക്ഷയിലേക്ക് പോകുമോ കോടതി? അതിനപ്പുറത്ത് തൂക്കുകയർ പോലെയുള്ള ഏറ്റവും ഉയർന്ന ശിക്ഷ വിധിക്കുമോ എന്നതാണ് നമ്മൾ എന്താകും വിധിയെന്ന് കാത്തിരിക്കേണ്ടതായി വരുന്നത്. തന്നെ തൂക്കിലേറ്റിക്കൊള്ളൂ എന്ന് ചെന്താമര തന്നെ കോടതിയിൽ പറഞ്ഞ പ്രത്യേക സാഹചര്യം കൂടിയാണ് ഉള്ളത്. എന്തായാലും മറ്റന്നാൾ ആണ് കോടതി ഇതിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ കൊലപാതക കുറ്റം തെളിഞ്ഞിരിക്കുന്നു എന്ന് നിരീക്ഷിച്ച കോടതി ശിക്ഷ വിധിക്കാൻ പോകുന്നത്. അനുമോദ്. തീർച്ചയായും അഭിലാഷ്, നമ്മളൊക്കെ ഇനി കാത്തിരിക്കുന്നത് ചെന്താമരയ്ക്ക് എന്ത് വിധി കോടതി വിധിക്കും എന്നുള്ളത് തന്നെയാണ്. ഇത്രയും കഠിനമായിട്ടുള്ള ഒരു കുറ്റം ചെയ്ത് ഒരു കുറ്റബോധമില്ലാതെ 3 പേരെ വെട്ടിക്കൊന്ന് ഇനിയും വേണമെങ്കിൽ കൊല്ലുമെന്നൊക്കെ പരോക്ഷമായിട്ട് പറയുന്ന തരത്തിലേക്കുള്ള ഒരു വ്യക്തിയെ ഇനി എങ്ങനെ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് അവരുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിലേക്ക് ഒരു സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു തരത്തിലേക്ക് വിടുമെന്ന ചോദ്യമാണ് വരുന്നത്. പരമാവധി ശിക്ഷ, നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നുണ്ട്. ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതായത് തൂക്കിക്കൊല്ലണം ചെന്താമരയെ എന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെന്റ് ആയിട്ട് ഉയരുന്നത്. ഈ കാര്യത്തിലൊക്കെ വാദം നടന്നതിന് ശേഷമായിരിക്കും 15-ാം തീയതി ഇതിൽ വിധി പറയുക. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ചെന്താമരയ്ക്ക് സംബന്ധിച്ച് കുറ്റബോധമില്ല, ചെയ്തതൊക്കെ തന്റേതായ ശരികളാണെന്ന ബോധ്യത്തിലാണ് ചെന്താമര സംസാരിക്കുന്നത്. ഈ ഇരട്ട കൊലപാതക കേസിൽ ജഡ്ജിയുടെ ചോദ്യങ്ങൾക്ക് പോലും അധികാരപരമായി മറുപടി പറയാൻ മാത്രം ചെന്താമര അത്രയും തയ്യാറായി എന്നുള്ളതും പ്രധാനപ്പെട്ട ഒന്നാണ്. സാധാരണഗതിയിൽ ഒരു കുറ്റവാളിക്ക് തോന്നേണ്ട തരത്തിലുള്ള ഒന്നും ഒരു തരത്തിലൊരു കുറ്റബോധമില്ല, ഇനിയും വേണമെങ്കിൽ ചെയ്യും, തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ജഡ്ജിയെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിൽ സംസാരിക്കുക, തന്റെ അടുത്തേക്ക് വന്നാൽ താൻ പഠിപ്പിക്കുമെന്ന് പറയുന്ന തരത്തിലേക്ക് മറുപടി പറയുക, ഒരു തരത്തിലും താൻ മെരുങ്ങുന്നില്ല, താൻ തന്റെ ശരികളുമായിട്ട് തന്നെ പോവുകയുള്ളൂ എന്ന് ചെന്താമര വീണ്ടും കോടതി മുറിയിൽ ഈ ഒരു കുറ്റം ശിക്ഷ വിധിച്ച് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനു ശേഷം ചോദ്യങ്ങൾക്ക് പോലും മറുപടി പറയുമ്പോൾ ഈ ജനങ്ങൾ ഉന്നയിക്കുന്ന ആശങ്ക, ജനങ്ങളുടെ പേടി, ആ കുടുംബത്തിന്റെ ആശങ്ക, കുടുംബത്തിന്റെ പേടി, ഇതൊക്കെ തന്നെ വളരെ പ്രസക്തമായിട്ട് കോടതിക്ക് മുമ്പിൽ തെളിയുന്ന ഒന്നായിട്ട് വരികയാണ്. തനിക്ക് ഇനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന തരത്തിലുള്ള ചെന്താമരയുടെ മറുപടി വേണ്ടി വന്നാൽ അയാൾ ഇനിയും ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തേക്കുമെന്ന സൂചന തന്നെയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയുടെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായ വാദപ്രതിവാദങ്ങൾക്ക് അപ്പുറത്ത് ചെന്താമര ഇന്ന് നൽകിയ മറുപടികൾ കൂടി ഈ ശിക്ഷാവിധിയിൽ പ്രധാനമാകുമെന്ന് തന്നെ വേണം കരുതുവാൻ. കാരണം ജഡ്ജിയെ വരെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള മറുപടികൾ ചെന്താമര നൽകുമ്പോൾ ഇത് ശിക്ഷാവിധിയെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. എന്താണെങ്കിലും കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.